എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ടും പാർട്ടികളിലൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ 3 അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച് കോരാത്ത, അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. മൂന്നും ഒന്നിനൊന്ന് മെച്ചാണ്. മൂന്നും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് നല്ലൊരു അറബിക് ഫത്തായറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ടും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം. ചെറു ചൂടുള്ള പാലാണ് എടുത്തിന്. 150 ml കപ്പിന് 1/4 കപ്പാണ് എടുത്തിന്. പിന്നെ അരക്കപ്പ് ചെറു ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിന്. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നതിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചെടുക്കുക. അഥവാ പൊടി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കണക്കായിട്ടുള്ള പാലും വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിന്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിലൊന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് പൊങ്ങി ഡബിൾ സൈസ് ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും. തണുപ്പൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ 2 മണിക്കൂർ അങ്ങനെയൊക്കെ ആവും പൊങ്ങി കിട്ടാൻ. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലൊരു ചോപ്പറിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകിൽ ഇതുപോലത്തെ ചോപ്പർ അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ക്രഷ് ആക്കി എടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്യുന്നില്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഏതാണോ എളുപ്പം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു ചിക്കനില്ല അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ടതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറായി ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അന്നേരം ആ ക്രഷ് ആക്കിയത് എല്ലാം വേറിട്ട് വരും. ഇപ്പം നന്നായിട്ട് അരഞ്ഞതുപോലെയല്ലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറിട്ട് വരും അതിൻ്റെ ചൂടെല്ലാം തട്ടുമ്പോൾ. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചിക്കനെല്ലാം ഈ ഒരു രീതിയിൽ വേറിട്ട് വന്നിട്ടാവുമ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു
2 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്രഷാക്കി ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും. 2 മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇതിന് പകരം നമുക്കിതിലേക്ക് ബീഫോ മട്ടനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അതും കുക്കായി കിട്ടും. ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇടുന്നത് കൊണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒറിഗാനോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അത് മിസ്സായി പോയിന്. അപ്പോൾ നിങ്ങൾ ഒറിഗാനോ കൂടെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുക. ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫില്ലിംഗ് ആണിത്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടുക്കുവാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചീസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫെത്ത ചീസും എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, നാട്ടിൽ കിട്ടുമോയെന്ന് അറിയില്ല. ഇത് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെറും മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തിട്ടും റെഡിയാക്കാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ഈ ഒരു ചീസിന് ഒരു പുളിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ കുഴച്ച് പൊങ്ങാനായിട്ട് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൈവച്ചിട്ട് മുകളിലും കുറച്ച് മൈദ തൂക്കിയിട്ട് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്കിത് ഒരു 6 പീസായിട്ട് ഒരേ വലുപ്പത്തിലുള്ള ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 6 ബോൾസാണ് ആക്കിയെടുക്കുന്നത്. ഒരുപാട് ചെറുതായിട്ട് എടുക്കണ്ട. നമ്മൾ 2 ചപ്പാത്തിക്കെല്ലാം എത്രയാണോ മാവ് എടുക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ ബാക്കിയുള്ളത് അടച്ച് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ടായിട്ട് വേണമെങ്കിൽ റൗണ്ടായിട്ട് പരത്തിയെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുത്തതിന്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ പരത്തിയതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചീസില്ലേ അതിങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ കനം കുറച്ചിട്ട് ഇങ്ങനെ ചുറ്റും ആക്കി കൊടുക്കുക. കാണുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ചീസ് എടുക്കുന്ന സമയത്ത് മൊസറല്ല ചീസ് കൂടുതലും മറ്റേ ഫെത്ത ചീസ് കുറവേ എടുക്കാവൂ. ഫെത്ത ചീസിനൊരു നല്ല പുളി ടേസ്റ്റാണ്. അപ്പോൾ അത് കൂടുതലായാൽ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് കുറവെടുക്കുക, മൊസറല്ല ചീസ് കൂടുതൽ എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കാം. ആ അറ്റം നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. സൈഡ് ചുറ്റും ഈ നമ്മൾ ഇട്ട് കൊടുത്ത ചീസ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് ഇതാ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് കാണുമ്പോഴാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തോണി ഷേപ്പിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് ഒന്നും ഇടാണ്ട് ഇതിൻ്റെ ഉള്ളിലും ചീസ് ഇട്ടിട്ട് ഇത് റെഡിയാക്കാം. ഇവിടെ ബേക്കറിയിലെല്ലാം കിട്ടലുണ്ട് ചീസ് മാത്രം ഇട്ടിട്ടുള്ളതും ബീഫ് ഇട്ടിട്ടുള്ളതും ചിക്കൻ ഇട്ടിട്ടുള്ളതും ഒക്കെ നല്ല ടേസ്റ്റാണ്. ചീസ് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഇട്ടതിന് ശേഷം ഇതാ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ
ആ ഒരു സൈഡിലെ മാവിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ചീസ് ഉണ്ടല്ലോ അതിതാ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. വെറും മൊസറല്ല ചീസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ വെറും ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് 2-3 പീസ് ജലാപ്പിനോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ ഇതാ സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് എള്ളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതാ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ പരത്തിയിട്ട് നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഓവനുള്ളവർ ഓവനിൽ ബേക്ക് ചെയ്യുക, ഓവനില്ലാത്തവർ പാത്രത്തിൽ ബേക്ക് ചെയ്താലും മതി. പാത്രത്തിൽ അടിയിൽ എന്തെങ്കിലും റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിങ് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഇത് വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റായി ചെറിയൊരു കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ മാറി തുടങ്ങുമ്പോൾ പുറത്തേക്ക് എടുക്കാം. ഓവനിലാണെങ്കിലും 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 200 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാ ഒരു 3 ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബേക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 25 മിനിറ്റ് എടുത്തിന് കേട്ടോ. ഇത് ബേക്ക് ചെയ്യാൻ 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. നല്ല ചൂടാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇനി ഞാനിത് ചൂടോടെ തന്നെ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കുക കേട്ടോ. ചീസൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ ഒരു അറബിക് ഫത്തായർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേഗം തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇതും അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ടും പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ, എണ്ണയിൽ പൊരിച്ചു പോരാത്ത, അധികം എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് മൈദ എടുത്തിന്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒഴിക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. പിന്നെ ചൂട് കൂടി പോവുകയും ചെയ്യരുത്, തീരെ ഇല്ലാണ്ടും ആവരുത്. അങ്ങനെയാകുമ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ മാവെല്ലാം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പൊങ്ങി ഡബിൾ സൈസായി വരണം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ചിലപ്പോൾ പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ വേഗം പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറെല്ലാം ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ ഇതാ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും രണ്ടും കൂടെ ഒന്നിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്യുന്നില്ലെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചെറിയൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡ് ക്യാപ്സിക്കാണ് എടുത്തിന്. റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കളറിലായാലും കുഴപ്പമില്ല. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. ആ ഒരു രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഉപ്പെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഫില്ലിംഗ് എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം നല്ലതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ചെറുതായിട്ട് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം എത്രയാണോ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇതാ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉരുളകളാക്കി മാറ്റാം. അങ്ങനെ മാവെല്ലാം ഇതാ ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് പരത്തിയെടുക്കുക. അപ്പോൾ ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് 2 ഭാഗത്തും നന്നായിട്ട് തന്നെ പൊടിയാക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റൗണ്ടായിട്ടല്ല പരത്തുന്നത്, നീളത്തിലാണ്. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് പരത്തിയെടുക്കുക. പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുക കാണുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് ആദ്യം ഉരുട്ടി വെച്ചത് നോക്കിയിട്ട് ആദ്യം എടുത്ത് പരത്തിയെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ 2 അറ്റത്തുനിന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക, ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ റോളാക്കി എടുക്കാം. ഇത് കാണുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ റോൾസും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ റോൾസും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതാ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാം. സാധാരണ നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്നില്ലേ, ഒരു ചെറിയ എന്തെങ്കിലും റിങ് അടിയിൽ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതാ മുട്ട സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരട്ടെ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 25 to 30 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയെന്ന് കാണുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. അതിനുശേഷം നമുക്കിതാ ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാം. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തതും നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് തുറക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയിൽ പൊരിച്ച് കോരാത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതും ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2.5 കപ്പ് അളന്നിട്ടാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് വിട്ടുപോയിന് കാണിക്കാൻ നിങ്ങൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. ചൂട് കൂടി പോകരുത്, അതുപോലെ തീരെ ചൂടും ഇല്ലാണ്ടായി പോകരുത്. പിന്നെ ഞാൻ എടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് പൊടിയിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുത്തത്. ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മളിത് കുഴക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് പഞ്ചസാരയും ഈസ്റ്റെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്കൊന്ന് പൊങ്ങും. ആ ഒരു പൊങ്ങിയ വെള്ളം കൊണ്ട് ഇത് കുഴച്ചെടുക്കുക. ഇതാ ഇതുപോലെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയമാണ്. അന്നേരം ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒട്ടിപ്പിടിക്കുന്നുള്ള ആ ഒരു പ്രശ്നമെല്ലാം അങ്ങ് പോയി കിട്ടിക്കോളും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവെല്ലാം നല്ലതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വരും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. എന്നാലും നമുക്ക് ഇതിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വേവാനായിട്ട് വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം, അത് മറക്കരുത്. അങ്ങനെ നമ്മൾ ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കനെല്ലാം എടുത്തിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചിക്കനെല്ലാം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. ചിക്കനെല്ലാം ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മളെ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുക, അത് കളയണ്ട. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു മൈദപ്പൊടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് മൈദപ്പൊടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈ വിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. മൈദപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ തിക്കായി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് തിളവന്ന് തിക്കാവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ചൂടെല്ലാം പോയതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ഫില്ലിങ് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്, ഡ്രൈ ആയിട്ടുള്ള ഫില്ലിംഗ് അല്ല. ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്തിട്ട് റെഡിയാക്കിയാൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ഒരു സോസിൻ്റെ എല്ലാം ടേസ്റ്റ് എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ട് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതെടുത്തിട്ട് കൗണ്ടർ ടോപ്പുമ്മലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മൈദ കൗണ്ടർ ടോപ്പുമ്മലേക്ക് തൂകിയതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. 2 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ പരത്തിയെടുത്തിന്. ഇനി നമുക്കിതുപോലെ ഒന്ന് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിന്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഒരു ഭാഗത്ത് ഇതുപോലെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 പീസിലും ഇതേപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ലതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാവ് എടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ട ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു മാവും കൂടെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫില്ലിങ്ങിനെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാവ് കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ രണ്ടിലേക്കും ഫില്ലിംഗ് എല്ലാം വെച്ച് മാവ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റത്ത് നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലൊന്ന് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന്
ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ച് വെക്കണ്ട, കുറച്ചിതാ ഇതുപോലെ വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ട്രേയിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിൻ്റെ മുകളിലും ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് ഇത് വെച്ചതിന് ശേഷം 200 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുന്നത്. ഒരു ഓവനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറെല്ലായി, ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ടും അതുപോലെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ 3 സ്നാക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3ഉം ഒരുപോലെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.